കാനഡയിലെ യൂക്കോൺ പ്രദേശത്തിലെ ബോറിയൻ കുന്നുകളിൽ 2010 ജൂൺ മാസത്തിൽ ഒരു അസാധാരണമായ സംഭവം നടന്നു. ഈ പ്രദേശത്ത് വളരെ പഴക്കമുള്ള അരുവികളിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള ഭാഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഖനിത്തൊഴിലാളികൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമായിരുന്നു. പതിനായിരക്കണക്കിന് വർഷങ്ങളായി തണുത്തുറഞ്ഞു കിടക്കുന്ന പെർമാഫ്രോസ്റ്റിൻ്റെ കട്ടിയുള്ള പാളികൾക്കിടയിലാണ് സ്വർണ്ണമുണ്ടോ എന്നവർ അന്വേഷിക്കുന്നത്. പെർമാഫ്രോസ്റ്റ് എന്ന് പറയുന്നത് മണ്ണും മഞ്ഞും അവശിഷ്ടങ്ങളും അടങ്ങിയ ഒരു പ്രത്യേക പാളിയാണ്. ഇത് നീക്കം ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉറഞ്ഞു കിടന്ന അല്ലെങ്കിൽ കുടുങ്ങിപ്പോയ പല വസ്തുക്കളും കിട്ടും. അതിൽ ചിലപ്പോൾ സ്വർണത്തിൻ്റെ പാളികളും ഉണ്ടാകാം. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് പ്ലേസർ ഖനനം. ഇത് വളരെയധികം വെല്ലുവിളി നിറഞ്ഞതും പല സമയത്ത് ചിട്ടയോടുകൂടി ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൂറ്റൻ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യേണ്ടതുമാണ്. നൂറ്റാണ്ടുകളായി മഞ്ഞ് മൂടിക്കിടക്കുന്ന ഭൂമിയെ കീറി മുറിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന മണലെടുത്ത് അതിനെ കഴുകിയാണ് സ്വർണത്തിലേക്ക് എത്തിച്ചേരുക. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ദിവസം രാവിലെ മഞ്ഞിനുള്ളിൽ അവരൊരു തിളക്കം ശ്രദ്ധിച്ചു. അത് ലോഹത്തിൻ്റെ മൂർച്ചയുള്ള തിളക്കമല്ല, മറിച്ച് രോമത്തിൻ്റെ മിനുസമുള്ളൊരു പ്രതലമായിരുന്നു. മുഡ്രി എന്ന ഖനിത്തൊഴിലാളിയുടെ യന്ത്രത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു മരവിച്ച കഷ്ണം നീളത്തിന് അടർന്നു മാറി. അവിടെ നിന്ന് പുറത്തു വന്നിരുന്നത് ഒരു സംരക്ഷിക്കപ്പെട്ട മൃഗത്തിൻ്റെ മൃതദേഹമായിരുന്നു. ആദ്യ നോട്ടത്തിൽ മുഡ്രി കരുതിയത് ഇത് യുക്കോൺ പെർമാഫ്രോസ്റ്റിൽ ഇടയ്ക്കിടെ പുറത്തു വരാറുള്ള മമ്മി രൂപത്തിലുള്ള കാട്ടുപോത്തുകളുടെ ബോഡി ആയിരിക്കുമെന്നുള്ളതാണ്. കാരണം അവിടെ വർഷങ്ങളായിട്ട് ഒരുപാട് കാട്ടുപോത്തുണ്ടായിരുന്നു. അവ മരിക്കുന്ന സമയത്ത് അവയുടെ ശരീരത്തിന് മീതെ ചെളിയും മറ്റും വീണ് വർഷങ്ങളായിട്ട് അവിടെ പ്രിസർവ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഇത്തവണ കിട്ടിയ മൃതദേഹത്തിൽ എന്തോ ഒരു പൊരുത്തക്കേട് അവർ ശ്രദ്ധിച്ചു. ഈ ജീവിക്ക് കാട്ടുപോത്തുകൾക്കില്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. തടിച്ചതും ചെറിയതുമായ കാലുകൾ വ്യത്യസ്തമായ രീതിയിൽ ആ മൃതദേഹത്തിൽ കാണപ്പെട്ടു. ഒപ്പം തന്നെ ഒരു തടിച്ച കുറ്റി പോലുള്ള വാലും. അതിനു പുറകെ ഞെട്ടിക്കുന്നൊരു കാര്യം, തുമ്പിക്കൈയുള്ള ഒരു ജീവിയായിരുന്നു. ഓക്കെ, അത് ആനയായിരിക്കാം, സങ്കല്പിക്കാം. പക്ഷേ തൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ മുഡ്രി ഉടൻ തന്നെ ബോസിനെ വിളിച്ചു. അങ്ങനെ ബോസ് കൂടി വന്നതോടുകൂടി മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്ന ആ തിളങ്ങുന്ന രൂപം കണ്ടപ്പോൾ പലർക്കും ഒരു കാര്യം മനസ്സിലായി, ഇത് അസാധാരണമായൊരു രൂപമല്ല. അവർ ഉടൻ തന്നെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തി ഫോട്ടോകൾ എടുക്കാൻ തുടങ്ങി. അവ പ്രാദേശികമായിട്ടുള്ള ഗവേഷകർക്ക് അയച്ചു കൊടുത്തു. ഇതിൻ്റെ ഒരു ചിത്രം യൂക്കോണിലെ സർക്കാർ പാലിയോളജിസ്റ്റായ ഗ്രാൻഡ് സാസുലയുടെ ഇൻബോക്സിലെത്തി. അത് തുറന്നു നോക്കി അവർ ഞെട്ടി. സ്ക്രീനിൽ കണ്ടത് ഒരു കുഞ്ഞു മാമത്താണ്. ഇതൊരു കുഞ്ഞു മാമത്ത് മാത്രമല്ല, ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച മമ്മി രൂപത്തിലുള്ള ഹിമയുഗ മൃഗത്തിൻ്റെ ഒരു ഫോസിലാണിത്. എന്നാൽ ആ ദിവസം ജൂൺ 21 പൊതു അവധിയായിരുന്നു. പെട്ടെന്ന് അവർക്ക് 6 മണിക്കൂർ യാത്ര ചെയ്ത് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നില്ല. അതുമാത്രമല്ല, ആ യുറീക്ക ക്രീക്കിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വാണിംഗ് കൊടുത്തിരുന്നു. കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ മാമത്തിൻ്റെ ബോഡി സമയത്ത് മാറ്റാൻ കഴിയില്ല. അപ്പോൾ അത് നശിച്ചു പോവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ എന്നേക്കുമായി കൈമോശം വരികയോ ചെയ്യുമെന്നവർ ഭയപ്പെട്ടു. അങ്ങനെ ജിയോളജിക്കൽ സർവേയിൽ നിന്നും കാൽഗറി സർവകലാശാലയിൽ നിന്നും 2 പേരെത്തി ഇതിനെ കൃത്യമായ രീതിയിൽ ടാർപോളിൻ ഷീറ്റിൽ പൊതിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. പ്രാഥമിക പരിശോധനയിൽ നുങ് ചോഗ എന്ന് പേരിട്ട ഈ ഒരു ഫോസിൽ മൃതദേഹത്തിലുള്ള മാമത്ത് ഒരു പെൺ മാമത്തിൻ്റെ കുട്ടിയാണെന്ന് കണ്ടെത്തി. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുമ്പ് 1 മാസം പ്രായമുള്ളപ്പോൾ മരിച്ചതാണ് ഈ ജീവി. അതിൻ്റെ വിശ്രമ സ്ഥലത്തിൻ്റെ ഭൗതികശാസ്ത്രപരമായിട്ടുള്ള പശ്ചാത്തലം ഒരു ശാന്തവും എന്നാൽ ഭയാനകരവുമായിട്ടുള്ള കഥ പറയുന്ന ഒന്നാണ്. സൈബീരിയയിൽ നിന്നും ഇന്നത്തെ യൂക്കോൺ അലാസ്ക വരെ വ്യാപിച്ചു കിടക്കുന്ന ബെറിഞ്ചിയയിലെ തണുത്ത വരണ്ട പുൽപ്രദേശത്തിൽ അമ്മയോടൊപ്പം മേഞ്ഞിരുന്ന ഒരു ജീവിയായിരിക്കണം ഈ മാമത്ത്. ഹിമയുഗത്തിൽ മിക്ക ഭൂഖണ്ഡങ്ങളും ഹിമാനികൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു. എന്നാൽ തീരദേശ പർവ്വതങ്ങൾ സംരക്ഷിച്ച യൂക്കോണിലെ ചില ഭാഗങ്ങളിൽ മഞ്ഞ് മൂടിയിരുന്നില്ല. ഇത് വലിയ ജന്തുജാലങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള താവളങ്ങളായിരുന്നു. നുക്ചോങ്ക എന്ന് വിളിച്ചിരിക്കുന്ന ഈ ഫോസിലുള്ള മാമത്തുകുട്ടി ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ചെളി നിറഞ്ഞ പ്രദേശത്തിലെ കുഴിയിൽ അകപ്പെട്ട് മരിച്ചു പോയതായിരിക്കും. എന്നാൽ തണുപ്പ് കൊണ്ട് അത് തണുത്തുറഞ്ഞ് പെർമാഫ്രോസ്റ്റ് ആവുകയും ഏകദേശം 300-ലധികം നൂറ്റാണ്ടുകളോളം സംരക്ഷിക്കപ്പെട്ട് കിടക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് 30,000 വർഷത്തോളം. ഹിമയുഗത്തിലെ മറ്റു കണ്ടെത്തലുകൾ പലപ്പോഴും അസ്ഥികൂടങ്ങളോ ശകലങ്ങളോ മാത്രമാണ് തരിക. എന്നാൽ നുങ് ചോഗ പൂർണ്ണമായിരുന്നു. അതിൻ്റെ ചർമ്മം, രോമങ്ങൾ, ചെറിയ വാൽ, അതിലോലമായ തുമ്പിക്കൈ എല്ലാം കേടുകൂടാതെ അവശേഷിക്കപ്പെട്ടിരിക്കുകയാണ്. മാമത്തുകളുടെ തുമ്പിക്കൈയുടെ അറ്റത്ത് ചെറിയ വിരൽ പോലെയുള്ളൊരു ഭാഗമുണ്ട്. അത് ഈ ജീവിയിലും കാണാൻ കഴിയും. പുല്ലുകളും മറ്റ് വസ്തുക്കളും പറിച്ചെടുക്കാൻ ഉപയോഗിച്ചിരുന്ന അതേ ശരീരഭാഗം. തണുപ്പിൽ താപനില നിർത്താൻ സഹായിക്കുന്നതിന് ആധുനിക ആനകളേക്കാൾ ചെറിയ ചെവികൾ ഉള്ള ജീവികളായിരുന്നു മാമത്തുകൾ. യൂക്കോണിലെ പെർമാഫ്രോസ്റ്റ് അവരുടെ ശരീരത്തിലെ മൃദുവായ കോശങ്ങളും പേശികളും പ്രവർത്തനക്ഷമമായ DNA എല്ലാം കൃത്യമായി സംരക്ഷിക്കുന്നുണ്ടായിരുന്നു.
സമാന രീതിയിൽ അത്ഭുതകരമായിട്ടുള്ള അവസ്ഥയിൽ കണ്ടെത്തിയ മറ്റൊരു കുഞ്ഞു മാമത്താണ് ല്യൂബ. 2007 റഷ്യയിലെ സൈബീരിയയിലെ ഒരു ഇടയൻ യൂറിബേ നദിയുടെ തീരത്ത് വെച്ചാണ് ഈ ഒരു മൃതദേഹത്തെ കണ്ടെത്തിയിരുന്നത്. അതായത് പൂർണ്ണ രൂപത്തിൽ കണ്ടെത്തിയ മാമത്തിൻ്റെ ഫോസിലെ രണ്ടാമത്തേതാണ് സത്യത്തിൽ കാനഡയിലുള്ള ഈ ഖനി തൊഴിലാളികൾക്ക് കിട്ടിയത്. എന്തായാലും ലൂബയ്ക്ക് ആ പേര് നൽകിയത് അവളെ കണ്ടെത്തിയ ആൾ തന്നെയായിരുന്നു. നുങ്ചോഗയേക്കാൾ അല്പം ചെറുതായിരുന്നു, ഏകദേശം 130 സെൻറ്റിമീറ്റർ ഉയരവും 50 കിലോഗ്രാം ഭാരവുമായിരുന്നു ആ മാമത്തിനുണ്ടായിരുന്നത്. മാമൂത്തസ് പ്രീമിജെനിയസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന രോമങ്ങളുള്ള ആനവർഗത്തിൽപ്പെട്ട ജീവിയാണ് മാമത്ത്. ഇതിൻ്റെ ശരീരം രോമം നിറഞ്ഞ ആനയാണ് എന്ന് മാത്രമല്ല, പരിണാമത്തിൽ ഒരു അത്ഭുതകരമായിട്ടുള്ള കണ്ണിയാണ്. ഹിമയുഗത്തിൽ ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഠിനമായ കാലാവസ്ഥയുമായി ഇണങ്ങി ജീവിച്ച ഒരു ജീവിയായിരുന്നു ഇത്. ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മൃഗം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് എന്ന് കണക്കാക്കപ്പെടുന്നു. വളരെ പെട്ടെന്ന് തന്നെ വടക്കൻ അർദ്ധഗോളത്തിൻ്റെ വിശാലമായ പ്രദേശങ്ങളിൽ അത് സ്ഥാനമുറപ്പിച്ച് ഹാബിറ്റാറ്റ് രൂപപ്പെടുത്തി. ഇന്നത്തെ യൂറോപ്പ്, വടക്കൻ ഏഷ്യ, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ അവ ജീവിച്ചിരുന്നു. വലിപ്പത്തിൽ വളരെ വലുതായിരുന്നു എന്ന് കണക്കാക്കുമ്പോഴും 4 മീറ്റർ ഉയരവും 8000 കിലോഗ്രാം ഭാരവും, അതായത് ഒരു സ്കൂൾ ബസ്സിൻ്റെ ഭാരവും ഉണ്ടായിരുന്ന ജീവികളാണ് ശരാശരി മാമത്തുകൾ. -50 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പോലും അവയ്ക്ക് വളരാൻ കഴിയുമായിരുന്നു. വലിയ ശരീരങ്ങൾ ചൂട് നിലനിർത്താൻ സഹായിക്കുമെന്ന ജീവശാസ്ത്രപരമായ നിയമത്തിന് ഉത്തമ ഉദാഹരണമാണ് മാമത്തുകളുടെ ജീവിതം. ഇന്നത്തെ ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആനകൾക്ക് വളരെ കുറച്ച് രോമങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ രോമങ്ങളുള്ള മാമത്തുകൾക്ക് ഇരട്ടപ്പാളികളുടെ സംരക്ഷണമാണ് തണുപ്പിൽ നിന്ന് രക്ഷ നേടി താപനില നിലനിർത്തുന്നതിന് വേണ്ടി പരിണാമപരമായി അവരുടെ ശരീരത്തിലുണ്ടായത്. നീളമുള്ളതും പരുപരുത്തതുമായിട്ടുള്ള പുറം രോമങ്ങൾക്ക് 1 മീറ്റർ വരെ നീളം വയ്ക്കാറുണ്ട്. മഞ്ഞും ഐസും ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്നത് ഇത്തരം രോമങ്ങൾ തടയുമായിരുന്നു. അതിനിടയിൽ കട്ടിയുള്ള രോമങ്ങൾ ശരീരത്തിൻ്റെ ചൂടും എഫക്റ്റീവായിട്ട് നിലനിർത്തി. 10 സെൻറ്റിമീറ്റർ വരെ കട്ടിയുള്ള കൊഴുപ്പ് ഒരു ഇൻസുലേറ്ററായി അവരുടെ സ്കിന്നിന് അടിയിലുണ്ടായിരുന്നു. ആഫ്രിക്കൻ ആനകളുടെ വലിയ ചെവികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് ചെറുതും ഉരുണ്ടതുമായിട്ടുള്ള ചെവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹിമയുഗത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മാത്രമല്ല, ഭക്ഷണം കണ്ടെത്തുക, വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടുക, മരവിച്ച ഭൂമിയിൽ അതിജീവിക്കുക എന്നതൊക്കെ തന്നെ വെല്ലുവിളിയായിരുന്നു. രോമമുള്ള മാമത്തുകൾ സസ്യഭുക്കുകളായിരുന്നു എന്ന് മാത്രമല്ല, ആധുനിക ആനകളെപ്പോലെ ദിവസത്തിൽ ഭൂരിഭാഗവും ഭക്ഷണം കഴിക്കാനാണ് അവർ ചിലവഴിച്ചിരുന്നത്. എന്നാൽ മരങ്ങളോ ഇലകളോ മരത്തിൻ്റെ തൊലികളോ അല്ല, മഞ്ഞുമൂടിയ പുല്ലുകളും കുറ്റിച്ചെടികളും പായലുകളുമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണം. അവയുടെ മീറ്റർ കണക്കിന് നീളമുള്ള നീണ്ടതും വളഞ്ഞതുമായ കൊമ്പുകൾ പ്രതിരോധത്തിനും പ്രദർശനത്തിനും മാത്രമല്ല, മഞ്ഞ് നീക്കി സസ്യങ്ങളെ മഞ്ഞിനടിയിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. തുമ്പിക്കൈയുടെ അറ്റത്ത് ഒരു വിരൽ പോലുള്ള അഗ്രമുണ്ടായിരുന്നു. ഇത് ചെറിയ വസ്തുക്കളെ കൃത്യമായി പിടിക്കാനും ഭക്ഷണം നേടിയെടുക്കാനും കഴിക്കാനും ഒക്കെ തന്നെ സഹായിച്ചു. വെള്ളം കുടിക്കൽ, ആശയവിനിമയം, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയ്ക്കും ഈ ഒരു ഭാഗം അത്യാവശ്യമായിരുന്നു. മാമത്തുകൾ കൂട്ടത്തോടെ ജീവിക്കുന്നവയായിരുന്നു. സംരക്ഷിക്കപ്പെട്ട കാൽപ്പാടുകൾ, അസ്ഥികൂടങ്ങൾ എന്നിവയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ആനകളെപ്പോലെ മാമത്തുകളും കൂട്ടത്തോടെ ജീവിക്കുന്നതായിരുന്നു എന്ന് സംരക്ഷിക്കപ്പെട്ട് ലഭിച്ച കാൽപാദങ്ങളും അസ്ഥികൂടങ്ങളും ഒക്കെ തന്നെ പഠിച്ചതിൽ നിന്നും ഗവേഷകർക്ക് മനസ്സിലായി. പ്രായമായൊരു പെണ്ണാനയുടെ നേതൃത്വത്തിൽ ഈ കൂട്ടങ്ങൾ തുന്ദ്രയിൽ ഭക്ഷണം തേടി സഞ്ചരിച്ചിട്ടുണ്ട്. ക്രൂരന്മാരായ കടുവകളെയും മനുഷ്യവേട്ടക്കാരെയും ഉൾപ്പെടെയുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സാമൂഹിക ബന്ധങ്ങൾ അവയ്ക്ക് അത്യാവശ്യമായിരുന്നു. കുഞ്ഞു മാമത്തുകൾ വർഷങ്ങളോളം അമ്മയുടെ കൂടെ താമസിക്കും. കുടിയേറിയ പാതകൾ, ഭക്ഷണം തേടേണ്ട സ്ഥലങ്ങൾ, കൂട്ടത്തിൽ എങ്ങനെ പെരുമാറണം എന്നിവയൊക്കെ തന്നെ ആനകൾ കാണിക്കുന്ന പോലെ മാമത്തുകളുടെ കുട്ടികളും അമ്മമാരിൽ നിന്നാണ് പഠിക്കുന്നത്. പുൽമേടുകൾ ഏകദേശം യൂറോപ്പ് മുതൽ ഏഷ്യ വഴി വടക്കേ അമേരിക്ക വരെ വ്യാപിച്ചു കിടക്കുന്ന രീതിയിലായിരുന്നു മാമത്തുകൾ ജീവിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. സോ അതൊരു പ്രത്യേക ടൈപ്പ് ജൈവമണ്ഡലമായിരുന്നു. മരങ്ങളില്ലാത്തതും തണുപ്പുള്ളതുമായ ഈ പ്രദേശം വലിയ ജന്തുജാലങ്ങൾക്ക് മേയാൻ അനുയോജ്യമായിരുന്നു. പരിണാമപരമായി നോക്കിയാൽ രോമമുള്ള മാമത്തുകൾ ഇന്നത്തെ ആനകളുമായി അടുത്ത ബന്ധമുള്ളവരാണ്. എലിഫന്റിഡെ എന്ന് പറയുന്ന കുടുംബത്തിലാണ് ഇവയെല്ലാം ഉൾപ്പെടുന്നത്. ഇതിൽ തന്നെ മാമത്തുകളോട് ഏറ്റവും അടുത്ത ബന്ധമെന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഏഷ്യൻ ആനയാണ്. ഏഷ്യൻ ആനയുമായി ഏകദേശം 99.6% DNA സമാനതയാണ് മാമത്തുകൾക്കുള്ളത്. 10,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവ കൂട്ടത്തോടെ വംശനാശം സംഭവിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും 4000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ചെറുതുരുത്തുകളായി പല ദ്വീപുകളിലും പ്രദേശത്തുമായിട്ട് മാമത്തുകളെ കണ്ടെത്തിയതായിട്ട് തെളിവുണ്ട്.
കാലാവസ്ഥാ മാറ്റവും മനുഷ്യവേട്ടയും ജനറ്റിക്കലായിട്ടുള്ള ഡൈവേഴ്സിറ്റി ഇല്ലാതെ വന്നതും ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുമൊക്കെ തന്നെ ഇവയെ തുടച്ച് നീക്കിയിട്ടുണ്ടായിരിക്കണം. എന്തായാലും ഭൂമി മുഴുവൻ മഞ്ഞ് പുതച്ചു കിടന്ന കാലത്ത് നിന്ന് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായപ്പോൾ പുൽമേടുകൾ അപ്രത്യക്ഷമായി. വനങ്ങളും തണ്ണീർത്തടങ്ങളും വന്നപ്പോൾ അവർക്ക് അതിജീവിക്കാൻ കഴിയാതെയായി. എന്നാൽ റാങ്കൽ എന്നറിയപ്പെടുന്ന സൈബീരിയയ്ക്കടുത്തുള്ള ഒരു ദ്വീപിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ചെറിയ കൂട്ടം അതിജീവിച്ചിരുന്നതായിട്ട് തെളിവുകളുണ്ട്. അതായത് ഈജിപ്തിലെ പിരമിഡുകൾ നിർമ്മിക്കപ്പെടുന്ന കാലത്തും മാമത്തുകൾ ഭൂമിയിലുണ്ടായിരുന്നു. 2013 മെയ് മാസത്തിൽ സൈബീരിയൻ ആർട്ടിക് മേഖലയിലെ മാലി ലിയാക്കോസ്കി ദ്വീപിൽ 10,000 മുതൽ 15,000 വർഷം പഴക്കമുള്ള ഒരു പെൺ മാമത്തിൻ്റെ ഫോസിലിനെ കണ്ടെത്തിയിരുന്നു. ഈ മാമത്തിൻ്റെ വളരെ സോഫ്റ്റായ ടിഷ്യൂ, അതുപോലെ തന്നെ മസിലുകൾ, ദ്രാവക രൂപത്തിലുള്ള രക്തം എന്നിവയൊക്കെ തന്നെ പെർമാഫ്രോസ്റ്റായിട്ട് സംരക്ഷിക്കപ്പെട്ടിരുന്നതായി ഗവേഷകർ കണ്ടെത്തി. എന്തുകൊണ്ടാണ് ഇത്രയും വർഷം മുമ്പ് മരിച്ച ഒരു മാമത്തിൻ്റെ രക്തം കട്ട പിടിക്കാതെ അതിനെ എടുത്തു മാറ്റിയപ്പോൾ തുള്ളിത്തുള്ളിയായി താഴേക്ക് വീഴുന്നത് എന്ന് ഗവേഷകർ അത്ഭുതപ്പെട്ടിരുന്നു. രോമമുള്ള മാമത്തുകൾക്ക് ക്രയോ പ്രൊട്ടക്റ്റൻറ്റുകൾ, അതായത് പ്രകൃതിദത്തമായ ആൻറ്റി ഫ്രീസ് സംവിധാനം ഉണ്ടായിരുന്നിരിക്കണമെന്നും തണുത്ത കാലാവസ്ഥയിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ ഇവ സഹായിച്ചിരുന്നുവെന്നും ഗവേഷകർ വിശ്വസിക്കുന്നു. എന്തായാലും ആധുനിക ശാസ്ത്രം മാമത്തുകളെ തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ലോകത്തുള്ള പല പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ പലതരത്തിലുള്ള ക്രിസ്പർ ജീൻ എഡിറ്റിംഗ് പോലെയുള്ള പദ്ധതികളിലൂടെ ഏഷ്യൻ ആനയുടെ DNA-യിൽ മാമത്ത് ജീനുകൾ ചേർത്തതിന് ശേഷം മാമത്തും എലിഫൻറ്റും ചേർന്ന മാമോഫൻറ്റുകൾ ഉണ്ടാക്കാനുള്ള ശ്രമം പലയിടത്തും നടക്കുന്നതായിട്ട് നമുക്ക് വാർത്തകളിൽ കാണാം. കൊളോസൽ ബയോസയൻസസ് എന്ന സ്ഥാപനം 2020കളുടെ അവസാനത്തോടെ ഇത് സാധ്യമാക്കാൻ ലക്ഷ്യമിടുന്നു എന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. ആർട്ടിക് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിച്ചുകൊണ്ട് അങ്ങോട്ട് ഇവയെ മാറ്റാനാണ് ഇവർ പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ സിമ്പിളല്ല. 99.6% ജനിതക സാമ്യതയുണ്ടെങ്കിലും ഏഷ്യൻ ആനകളിൽ നിന്നും ലക്ഷക്കണക്കിന് വ്യത്യാസം ചെറിയ തോതിൽ പോലും മാമത്തുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണ രീതിയിലുള്ള ജീവികളിൽ മാമത്തിൻ്റെ DNA-യിൽ എന്ത് ചേഞ്ചാണോ ഉള്ളത് അത് വരുത്തി എലികളിൽ മാമത്ത് രോമങ്ങൾ വളർത്തിയെടുത്ത ഒരു ഗവേഷണം ഈ അടുത്ത് വിജയകരമായിട്ട് പുതിയ എലികളെ ഉണ്ടാക്കിയിരുന്നു. സോ മാമത്തുകളുടെ സ്വഭാവ സവിശേഷതകൾ പ്രെഡിക്റ്റ് ചെയ്ത് അത് വരുത്തുന്ന രീതിയിലുള്ള ജീൻ എഡിറ്റിംഗ് നടത്തുക എന്നതാണ് സാധ്യത. അല്ലാതെ DNA-കൾ ഉണ്ട്, അതിനനുസരിച്ച് ഫോസിലുകൾ കിട്ടി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൃത്യമായിട്ട് ഏഷ്യൻ ആനകളുടെ അണ്ടത്തിൽ ഈ പറയുന്ന മാമത്തുകളുടെ ജീനുകൾ എഡിറ്റ് ചെയ്ത് ചേർത്തതിന് ശേഷം ഒരു മാമത്തിന് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാ ഗുണങ്ങളും കോപ്പി ആകണമെന്നില്ല, അത് സക്സസ് ആകണമെന്നില്ല. അതുപോലെ തന്നെ DNA-ക്ക് ഒരു പർട്ടിക്കുലർ ലൈഫ് ടൈം ഉണ്ട്. അതിലപ്പുറത്തേക്ക് കിടക്കുന്ന ഏത് ജീവിയുടെ ഫോസിൽ എടുത്താലും 10,000-10,000 വർഷങ്ങൾ പഴക്കം കൂടുമ്പോൾ DNA-യിൽ നിന്നും അവയുടെ ഇൻസ്ട്രക്ഷൻസ് നഷ്ടപ്പെടാൻ തുടങ്ങും എന്നൊരു പ്രശ്നവുമുണ്ട്. എന്നാൽ ധാർമ്മികമായ ചില ചോദ്യങ്ങളും ഈ റീസർക്ഷൻ ഓഫ് മാമത്ത് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുണ്ട്. ആനകളുടെ ക്ഷേമം, ആവാസ വ്യവസ്ഥകളുടെ സന്തുലനം, വംശനാശം സംഭവിച്ച ജീവികളെ സംരക്ഷിക്കുന്നതിന് പകരം നിലവിലുള്ളവയെ ആ എഫർട്ടിട്ട് ജീവിപ്പിച്ചാൽ പോരെ, അല്ലെങ്കിൽ സംരക്ഷിച്ചാൽ പോരെ, അങ്ങനെ പലതുമുണ്ട്. രോമങ്ങളുള്ള മാമത്തുകളുടെ കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല. ശാസ്ത്രം, ധാർമ്മികത, അതുപോലെ തന്നെ ജിജ്ഞാസ എന്നിവയുടെ പ്രചോദനമായിട്ട് നമ്മളിപ്പോഴും അതിനെ കണ്ടെത്തുന്ന വാർത്തകളെ താല്പര്യപൂർവ്വം ഫോളോ ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ഒരു ദിവസം ആർട്ടിക് ചക്രവാളത്തിൽ രോമമുള്ള ഒരു നിഴൽ പ്രത്യക്ഷപ്പെടാം. അസാധ്യമെന്ന് തോന്നുന്നത് യാഥാർത്ഥ്യമാകുന്ന ഒരു ദിവസം അന്ന് പത്രമാധ്യമങ്ങളെല്ലാം ആഘോഷിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ റീസറക്റ്റ് ചെയ്യപ്പെട്ട മാമോഫൻറ്റ് നടന്നു നീങ്ങുന്നത് നമ്മുടെ സങ്കല്പത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്ന കാലം ചിലപ്പോൾ വിദൂരമായിരിക്കില്ല.